കള്ളങ്ങൾ പറഞ്ഞു പരത്തുക എന്നത് കോൺഗ്രസിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. വി.ഡി. സതീശനാണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ യു.ഡി.എഫിന്റെ പത്രം എങ്ങനെ പിന്നോട്ട് പോകാൻ പറ്റും? അവരും ആവുന്നത്ര മസാലയൊക്കെ ഇട്ട് സർക്കാരിനെതിരെ ആവുന്നത്ര കള്ള വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കും. പക്ഷെ കണക്ക് വെച്ചുള്ള കള്ളങ്ങൾ പറയുമ്പോൾ അത് പൊളിയും എന്നുള്ളത് മനോരമക്കാർ ഓർക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച മലയാള മനോരമയുടെ കള്ള വാർത്തയെ പൊളിച്ച് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ആകെ കടം 6 ലക്ഷം കോടിയാണ് എന്നും കേരളം കടക്കെണിയിലേക്ക് മുങ്ങുകയാണ് എന്നുമായിരുന്നു മനോരമ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിന് 6 ലക്ഷം കോടി കടമില്ല. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കടം മാത്രമാണ് സംസ്ഥാനത്തിന് എടുക്കാൻ സാധിക്കുന്നത്. അത് 3% മാത്രമാണ്. നിയമപരമല്ലാത്ത ഒരു കടവും കേരളത്തിന് ഇല്ല എന്ന് കെ അനിൽകുമാർ പോസ്റ്റിൽ വ്യക്തമാക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷം തീരുമ്പോൾ കേരളത്തിന് 4.42 ലക്ഷം കോടി കടം ഉണ്ടായി എന്നത് സത്യം. എന്നാൽ കേരളത്തിന്റെ സമ്പദ്ഘടന അതിവേഗം വളരുന്നതാണ്. പ്രതിവർഷം 11% വീതം സമ്പദ്ഘടന വളരുന്നുണ്ട്. ഈ വർഷം എടുക്കാൻ അനുവദിച്ച കടം 40,000 കോടിയാണ്. 14.24 ലക്ഷം കോടിയാണ് കേരളത്തിലെ GDP. അതിന്റെ 3% കടമെടുക്കാം, അതായത് 42,720 കോടി രൂപ. ഓരോ വർഷവും കേരളത്തിലെ ആഭ്യന്തര മൊത്ത വരുമാനം വളരുകയാണ്. രാജ്യത്ത് കേരളത്തെ പോലെ വളരുന്ന സംസ്ഥാന സമ്പദ് വ്യവസ്ഥകൾ കുറവാണ്. അതായത് 14.24 ലക്ഷം കോടിയുടെ 11% വളർച്ച നേടിയാൽ 15.66 ലക്ഷം കോടിയായി അടുത്ത മാർച്ച് 31-ന് കേരള സമ്പദ് വ്യവസ്ഥ എത്തും. അതിനാൽ ഇപ്പോഴുള്ള കടം 4,60,000 കോടിയായി മാറും. നിലവിൽ കടമെടുക്കുന്നതിൽ 30,000 കോടി മുൻകടം തിരിച്ചടയ്ക്കാനുണ്ട്. അതായത് ഒരു വർഷം 15,000 കോടിക്കപ്പുറം പുതിയ കടം ഉണ്ടാകില്ല. റോഡും പാലവും പുതിയ സർവകലാശാലകളും നിർമ്മിക്കാനാണ് കടം എടുക്കുന്നതെന്നും എന്നാൽ വസ്തുതകൾ വ്യക്തമാക്കാതെയാണ് മനോരമ വാർത്ത നൽകിയത് എന്നും കെ അനിൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ ഇതിനു മുൻപും പത്രത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒന്നുകൂടിയായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്.